കുട്ട ഏത് പാട്ടാ പാടുന്നേ? ഞാൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും. വിതുര മാസ്റ്റർ, കുടപ്പനംകുന്ന് ഹരിച്ചേട്ടൻ. പാട്ട് കഴിഞ്ഞാൽ ഞാൻ ഹരിച്ചേട്ടനായിട്ട് ഉള്ള കാര്യം പറയാം. അപ്പോ നമ്മുടെ ജഗത്കുട്ടൻ പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് ജഗത്തിന് വോട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീ ശങ്കരനാമ സങ്കീർത്തനം. ഗോവിന്ദ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൈച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ, നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ, നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഉമരും വിവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാ. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. ഉടുപ്പിനുണരും ഓംകാരത്തിൻ തോടുകൾ തടുലമായി ഇളകുന്നു. സംഹാരതാണ്ഡവമാടുന്ന നേരത്തു ശൃംഗാരകേളികളാടുന്നു. കാമനെ ചുട്ടോരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ. കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ. കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളി സേവ ചെയ്യുന്നു
അമ്പലമില്ലാതെ ആഴ്ത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. അമ്പലമില്ലാതെ ആഴ്ത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ഈ ഓച്ചിറയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ജഗു, അവിടെ ശിവൻ അരൂപിയാണ്. അതാണ് പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്നത്. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് നീ ഇപ്പോ പാടി. വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീതം, കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടനെ കുറിച്ച് പറയണം. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ ഒരുപാട് വഴിവിളക്കുകളുണ്ടാവും, വഴികാട്ടികളുണ്ടാവും. അപ്പൊ എൻ്റെ ജീവിതത്തിലെ പല വഴികാട്ടികളിൽ ഒരാളാണ് തീർച്ചയായിട്ടും നമ്മുടെ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടൻ. അദ്ദേഹം ആദ്യത്തെ ഒരു അവസരം എനിക്ക് അന്ന് ദൂരദർശനിൽ സ്മൃതിതൻ ചിറകിലേറി എന്ന് അദ്ദേഹം എഴുതിയിട്ട് അതിന്റെ വിഷ്വൽ ഡയറക്റ്റ് ചെയ്തിട്ട് അന്ന് ദൂരദർശനിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോ ഈ സീറ്റിൽ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അത് അന്നത്തെ കാലത്ത്, അന്നത്തെ തരങ്ങണിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഹരിച്ചേട്ടൻ എഴുതിയിരിക്കുന്ന ചില ഭക്തിഗാനങ്ങളും, കാട്ടിൽ വന്നു ഞാൻ കൂട്ടു വിളിച്ചു, കൂട്ടിൽ നീ വന്നു അയ്യപ്പ തുടങ്ങി എത്രയോ പാട്ടുകൾ. ഒരു ഗ്രേറ്റ് ലിറിക് റൈറ്ററാണ് അദ്ദേഹം. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പല പല രീതിയിൽ പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ കൊടപ്പനക്കുന്ന് ഹരിച്ചേട്ടന് ഒരു വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. പിന്നെ വിദ്യാധരൻ മാസ്റ്റർ, അദ്ദേഹം പല രാഗങ്ങളുടെ ഒരു ചേരുവ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നാഗഗാന്ധാരി തുടങ്ങിയിട്ടുള്ള രാഗങ്ങളുടെ ഒരു ചേരുവയുണ്ട്. അത് ഭയങ്കര അസാധ്യമാണ് ഇത്രയും വർഷം. പിന്നെ ലാലേട്ടനെ ഓർക്കുന്നത്, ലാലേട്ടൻ ഗഞ്ചിറ വായിക്കുന്നുണ്ട്. ഇന്നിപ്പോ റെന്നിയാണ് അവിടെ വായിച്ചത്. ലാലേട്ടൻ ഗഞ്ചിറ വായിക്കുന്നത്, അത് ആക്ട് ചെയ്തിരിക്കുന്നതും അതിഗംഭീരാണ്, ഒരു രക്ഷയില്ല. ഇതില് കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്ന് എഴുതിയത് കൊണ്ട് ഹരിച്ചേട്ടന് ഒരു നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് എന്തോ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ കാര്യങ്ങളുണ്ടെന്ന് അന്നത്തെ ആൾക്കാർ അത് കരുതി. മാത്രമല്ല, ആകാശവാണിയിൽ 4 വർഷം അതുകൊണ്ട് തന്നെ ഈ പാട്ട് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട് ഈ പാട്ട്. നീ അസലായിട്ട് പാടി. താങ്ക് യു സാർ. ചുറ്റുവിളക്കുണ്ട് തീരാക്ഷിക്കാവുണ്ട് കൈച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് കോറസില് ഗംഭീരമായിട്ട് ആ ഒരു വൈബ് കൊണ്ട് അമ്പലമില്ലാതെ ആഴ്ത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. അതുപോലെ നമ്മുടെ സുശീല ഭാഗവതർ, പിന്നെ നമ്മുടെ റെന്നി, പിന്നെ ആനന്ദ് മഹാരാജ്, അതുപോലെ മുരളീജി, എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്തേക്കാം. സുഷിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് തൊട്ടാലും അത് പൊന്നാക്കുന്നതാണ്. ഇപ്പൊ ഹാർമോണിയം വായിച്ചത്, അതിന്റെ ആദ്യത്തെ ആ നോട്ട്സ് നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ അസലായിട്ട് ഹാർമോണിയം വായിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഓടുന്ന പോലെയുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ജതി പോലെയുള്ള നടകൾ ഒക്കെ. അപ്പോ ജടാമുടിയുമായി ഇരിക്കുന്ന ആ ശിവനെ ഇങ്ങനെ ഓർത്തു പോകും. ഒരു സ്ഥലത്ത് മിസ്സായിട്ടുണ്ടല്ലോ, അതെന്താ പറ്റി അങ്ങനെ? അത് പെട്ടെന്ന് പാടാൻ ഒരു കൺഫ്യൂഷൻ വന്നു. പെട്ടെന്ന് പാടാൻ കൺഫ്യൂഷൻ മാർക്ക് കുറയും എന്നുള്ള അറിവുണ്ടോ? ഉണ്ടല്ലേ? അത് നോട്ട് ദ പോയിന്റ്. പിന്നെ ഒരു സ്ലിപ്പ് ഒരു സ്ഥലത്ത് വന്നിട്ടില്ലേ, അതെവിടെയായിരുന്നു? ആടുന്നു ശൃംഗാരക്കേളികൾ. അവിടെ എന്താ ശൃംഗാരത്തിന് ഇത്രയധികം പ്രശ്നം? അതല്ല, ചെറിയൊരു ബ്രത്ത് കിട്ടായ്മ, ഹൈയും ബ്രത്തും കൂടെ. അങ്ങനെ ബ്രത്ത് കിട്ടായ്മ വരുമ്പോൾ മാർക്ക് കുറയും എന്നുള്ള അറിവുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ നോട്ട് ദ പോയിന്റ്. പക്ഷെ എന്നാലും എല്ലാം കൂടെ എടുക്കുമ്പോഴുണ്ടല്ലോ ആ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തീരിയൽ ഫീൽ എന്ന് പറയുന്നത്, അത് ആ ഡിവോഷൻ, ആ ശിവം
അതെല്ലാം ഇങ്ങനെ ധ്വനിച്ചു. ആദ്യം ഓച്ചിറയിൽ പാടിയത് തന്നെ ആ നോട്ട്സ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പല ആൾക്കാരും പാടുന്ന ഓച്ചിറയിലല്ല നമ്മുടെ മകൻ പാടിയ ഓച്ചിറയിൽ. അപ്പൊ ജഗ്ഗു ഒരു ചെറിയ മീനല്ല, ഒരു സംഭവമാണ്. ഈ പാട്ടിൽ അത് എവിഡന്റ് ആണ്. അത് പിന്നെ താളം ഇടുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള താളങ്ങളൊക്കെ ഇട്ട് എങ്ങനെയേ ഇടയ്ക്കിങ്ങനെ ഒന്ന് പഠിക്കേ. ഞാൻ ജഗ്ഗു ആണേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. തോന്നിയടുത്ത് വീച്ച്. പക്ഷെ അത് രസമായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഈ പാട്ടിന്റെ ആലാപനത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരുണത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. വിടവാങ്ങുന്നു. ജഗത് കിഷോർ ജി എന്തോ ഗംഭീരമായി. താങ്ക് യു സാർ. മോനെ ആക്ച്വലി ഭയങ്കര ഭാഗ്യവാനാണ്. ഇത്തരം ഒരു വേദിയിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മ്യൂസിഷ്യൻസിനെ കൂടെ ഇരുന്ന് കച്ചേരി ചെയ്യാണ്. അതൊരു വലിയ ഭാഗ്യമല്ലേ? അതെ അതെ. ആൻഡ് കോറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കോറസ്. ബ്യൂട്ടിഫുൾ ആയി. ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാ. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. അസലായി പാടി കേട്ടോ മോനെ. താങ്ക് യു സാർ. ഈ പറഞ്ഞ മാതിരി 2-3 സ്ഥലത്ത് വന്ന സ്ലിപ്സ് അത് കുറച്ചൊരു കെയർലെസ് ആയി മോൻ. ശരിക്കും പറഞ്ഞാൽ ഒരു 10% അടിക്കേണ്ട പെർഫോമൻസ് ആയിരുന്നു അത്. എന്തൊരു എനർജി ആയിരുന്നു അറിയോ. വോയിസിന് നല്ല എനർജി. ഈ പാട്ട് ഒരു സാധാരണക്കാരന് പാടാൻ പറ്റില്ല. ഒരു ഇമ്മൻസ് ടാലന്റ് ഉള്ള ആൾക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. അതും ലൈവായിട്ട് പാടുമ്പോ സമ്മതിച്ചു അല്ലേ? ശരിയാണ്. വളരെ ഭംഗിയായിട്ട് പാടി. ചില സംഗതികളൊക്കെ അസാധ്യമായിട്ട് പാടി. ആ സ്ലിപ്പ് വരാൻ പാടില്ലായിരുന്നു. ഒന്ന് അത്, പിന്നെ ലാസ്റ്റിൽ ആ ശൃംഗാര കേളികൾ ആടുന്നു അവിടെ ഒരു സ്ലിപ്പ്. അതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ജഗത് കിഷോർ ആരാ? 100 മേടിക്കേണ്ട ആളാ. അതെ. എന്തായാലും ഓഡിയോ വോയിസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല പഞ്ച് ഉണ്ടായിരുന്നു വോയിസ്. നല്ല ഒരു വിദ്വാൻ പാടണമാതിരി ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അടിപൊളിയായി. ഇപ്പൊ ജഗത്കുട്ട എന്തോ മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എല്ലാം കൂടെ നല്ല ജെല്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ജഗ്ഗും കോറസും നമ്മുടെ മ്യൂസിഷ്യൻസും എല്ലാരും കൂടെ തകർത്തു. താങ്ക് യു. കിട്ടുകി കേട്ടോ. കാമനെ തൊട്ടോരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ. കുന്നിൻ മകളറിയാതെ ആകണ്ടേക്ക് ഒളി സേവ ചെയ്യുന്നു. നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടായിരുന്നു ഇന്ന്. ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു ഇന്ന് ജഗ്ഗുടെ വോയിസ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും. അപ്പൊ എല്ലാം തകർത്തു. ആ ഒരു മറന്നുപോയ ഒരു ഭാഗവും പിന്നെ ഒരു സ്ലിപ്പും ഇത് ഞാനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഒക്കെ കിഡ്ലനായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. മിടുക്കനായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജഗ്ഗു എന്തോ ആ നോട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് 100 കിട്ടണം അതല്ലേ പറഞ്ഞേ? നല്ല മാർക്ക് തന്നാ. നല്ല മാർക്ക് എന്താണ് ഈ നല്ല മാർക്ക്? 98.5 above. ഓ 98.5 above. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു സ്ലിപ്പും ഒരു വിട്ടുപോയതും. അപ്പൊ സ്ലിപ്പും വിട്ടുപോയതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ശ്വാസത്തത്, ഒന്ന് പാടാൻ പറ്റാത്ത മറന്നുപോയത്. അപ്പൊ ഓരോന്നിനും 0.5 വെച്ച് അങ്ങ് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ എത്രയായി? 99. Yes. Jaggu going to be awarded 99 on 100 today. Thank you. ശരിക്കും ഹോണസ്റ്റ്ലി 100 തരണം എന്ന് വിചാരിച്ച മോനായിട്ട് തന്നെ വേണ്ടത്. നമ്മളെ കുറ്റം പറയല്ലേ? കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ജഗ്ഗു എന്നാ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്ദിയുണ്ട്.